മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ തിരക്കഥ മോഷ്ടിച്ചതാണെന്ന ആരോപണം തള്ളി സിനിമാ സംഘടനകൾ. തിരക്കഥ പൂർണ്ണമായും ഷാരിസിൻ്റേത് തന്നെയെന്ന ഫെഫ്കയുടെ അന്വേഷണത്തിൽ വ്യക്തമായതായി ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. തന്റെ തിരക്കഥ മോഷ്ടിച്ചുവെന്ന നിഷാദ് കോയയുടെ ആരോപണം തെറ്റാണെന്നും സിനിമ ഇറങ്ങുന്നതിന്റെ തലേദിവസം നിഷാദ് കോയ ഫേസ്ബുക്കിൽ കഥ പോസ്റ്റ് ചെയ്തത് മോശമായെന്നും സിയാദ് കോക്കറും പറഞ്ഞു. ഷാരിസ് മുഹമ്മദ് തിരക്കഥ എഴുതി ഡിജോ ജോസ് സംവിധാനം ചെയ്ത മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ മെയ് 1 റിലീസ് ചെയ്തത്. ഇതിന് തലേന്നാൾ തിരക്കഥാകൃത്ത് നിഷാദ് കോയ സിനിമയ്ക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. തൻ്റെ തിരക്കഥ മോഷ്ടിച്ചാണ് മലയാളി ഫ്രം ഇന്ത്യ സിനിമ പുറത്തിറക്കിയതെന്നായിരുന്നു ആരോപണം. ഇതേ തുടർന്ന് സംവിധായകൻ ഡിജോ ഫെഫ്കയ്ക്ക് പരാതി നൽകി. ഈ സാഹചര്യത്തിലാണ് കൊച്ചിയിലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഹാളിൽ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ്റെയും സിയാദ് കോക്കറിൻ്റെയും നേതൃത്വത്തിൽ ചർച്ച നടത്തിയത്. ആരോപണം ഉന്നയിച്ച നിഷാദ് കോയയെയും വിളിച്ചു വരുത്തിയിരുന്നു. സിനിമയ്ക്കെതിരായ ആരോപണം വസ്തുതാവിരുദ്ധമാണെന്നും തിരക്കഥ പൂർണ്ണമായും ഷാരിസിൻ്റേതാണെന്നും ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. 100% ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ തിരക്കഥ ഷാരിസ് പൂർത്തിയാക്കിയത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണെന്നും ഇത് എഴുത്തുകാർക്കിടയിൽ സംഭവിക്കുന്ന എന്തോ ഒരു വിചിത്രമായ ആകസ്മികത എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം നിഷാദ് കോയ ഫേസ്ബുക്കിൽ കഥ പോസ്റ്റ് ചെയ്തത് മോശമായെന്നും ഇത്തരം ഒരാൾ സംഘടന വേണമോ എന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും സിയാദ് കോക്കർ അറിയിച്ചു. ഇതൊരിക്കലും മലയാള സിനിമയിൽ സംഭവിച്ചിട്ടില്ല. ഇങ്ങനെ പ്രവൃത്തി ദൂഷ്യമുള്ള ആൾക്കാരെ നമുക്ക് സിനിമയിൽ വേണോ വേണ്ടേ എന്നുള്ളത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി തീരുമാനിക്കും. ഒരേ കഥ ഒരേ ആശയം ഒന്നിലധികം എഴുത്തുകാർക്കുണ്ടാകാമെന്നും അത് തികച്ചും ആകസ്മികമാണെന്നും ചലച്ചിത്ര സംഘടനാ നേതാക്കൾ ചൂണ്ടിക്കാട്ടി. കൈരളി ന്യൂസ്, കൊച്ചി.